ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പാർട്ട് 2 വീഡിയോ ആയിട്ട് നമ്മൾ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാർട്ട് 1 വാട്ടർ മെട്രോയുടെ വീഡിയോ ഒക്കെ നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറേ പേര് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ പാർട്ട് 2വിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ പാർട്ട് 2, അതായത് മെട്രോയിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ മെട്രോ ട്രെയിനിന് വന്നതും അതുപോലെ നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറി നമ്മൾ വൈറ്റിലയിലാണ് വന്നിറങ്ങിയത്. വൈറ്റിലയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ മെട്രോ സ്റ്റേഷനിലോട്ട്. അപ്പം അവിടെ ആണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത്. അപ്പം വൈറ്റില മെട്രോ സ്റ്റേഷനിൽ നമ്മൾ വന്നിട്ട് നമ്മളിനി ഇവിടുന്ന് എടപ്പള്ളി പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ നോക്കുകയായിരുന്നു അതിൻ്റെ സമയം കാര്യങ്ങളൊക്കെ. അപ്പോൾ എടപ്പള്ളിയിൽ നമ്മൾ പള്ളിയിലും കൂടെ കയറാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് നേരെ പോകുന്നത്. അപ്പോൾ മെട്രോ ട്രെയിനിൽ നമ്മൾ എടപ്പള്ളിയിൽ ചെന്നിറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുവാണ്. അപ്പോൾ ഒരാൾക്ക് 40 റുപ്പീസ് ആയിരുന്നു കേട്ടോ. അപ്പം 80 റുപ്പീസ് ആയിരുന്നു നമുക്ക് ടിക്കറ്റ് വരുന്നത് 2 പേർക്കും കൂടി. അപ്പോൾ നമ്മുടെ ട്രെയിനിലാണ് വന്ന് നമ്മൾ ട്രെയിനിലേക്ക് കയറി കേട്ടോ. അപ്പം നമ്മൾ കയറി അവിടെയായിട്ട് നമുക്ക് സീറ്റൊന്നും അങ്ങനെ കിട്ടിയില്ല. പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് സീറ്റ് കിട്ടി. നമ്മളവിടെ ഇരുന്നേ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടപ്പള്ളിയിൽ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ മെട്രോ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയാലും നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ എടപ്പള്ളി പള്ളി. അതായത് നേരെ അപ്പുറ സൈഡാണേ ഉള്ളൂ, ഓപ്പോസിറ്റ് ആണേ ഉള്ളൂ, നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പം ഓട്ടോയൊക്കെ പിടിച്ച് നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോകണമെങ്കിൽ ഓട്ടോ പിടിച്ച് പോകാനാണെങ്കിൽ കറങ്ങി വരണം, കുറച്ച് ദൂരം കാണും. അല്ലെന്നുണ്ടെങ്കിലും നമുക്ക് നേരെ ചെന്നും കയറാം. അങ്ങനെ ഇതാ നമ്മൾ എടപ്പള്ളി പള്ളിയിലെത്തി. അപ്പോൾ ഞായറാഴ്ച ദിവസം കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയും കൊണ്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം വളരെ കുറവാണ്, നമ്മൾ ഒരുപാട് നോക്കി നടക്കേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് പള്ളിക്കകത്ത് വണ്ടി കയറ്റുകയും വേണ്ടായിരുന്നു. അപ്പം നമുക്ക് വന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ പോകാം. ഞായറാഴ്ച ദിവസം മാത്രം അല്ല, എല്ലാ ദിവസവും നമുക്ക് തിരക്ക് കാണും. പിന്നെ ഞായറാഴ്ച ദിവസം അല്ലാത്ത ദിവസത്തേക്കാട്ടിലും പറയണ്ടല്ലോ, നമുക്ക് ആരാധനയൊക്കെ നടക്കുന്നുണ്ട്. ആ പള്ളിയിലുള്ള അംഗങ്ങളും എല്ലാം കാണും. അപ്പോൾ മെഴുകുതിരി നമുക്ക് 2 സ്ഥലമുണ്ട് കത്തിക്കാനായിട്ട്. ഇത് പള്ളിക്കകത്ത് നമുക്ക് ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു ഏരിയ വരുന്നുണ്ട്, പിന്നെ അല്ലെങ്കിൽ പള്ളിക്ക് പുറത്ത് നമ്മുടെ റോഡ് സൈഡിലായിട്ടുമാണ് നമുക്ക് മെഴുകുതിരി കത്തിക്കാനായിട്ടുള്ള സ്പേസ് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ പള്ളിക്കകത്താണ് കയറിയത്. അപ്പോൾ പള്ളിക്കകത്ത് എല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ. പള്ളി നിറയെ ആൾക്കാരാണ്, ഇവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് അകത്തേക്ക് കയറുന്നില്ല, നമ്മൾ പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ച് തിരിച്ച് നമ്മൾ വീണ്ടും മെട്രോ ട്രെയിനിൽ തന്നെ നമ്മൾ തിരിച്ചു പോകാനാണ് വൈറ്റിലയിൽ കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ വന്ന രീതിയിൽ തന്നെ വൈറ്റിലയിൽ ചെന്ന് ട്രെയിനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വീണ്ടും നമ്മൾ വാട്ടർ മെട്രോയ്ക്ക് തിരിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ വന്ന വഴി ആ രീതിയിൽ തന്നെ നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്റ്റേഷനിൽ വന്നു, മെട്രോ സ്റ്റേഷനിൽ വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് സ്റ്റേഷനിൽ വരുമ്പോൾ ഇതേപോലെ ഓരോ ഷോപ്പൊക്കെ കാണാൻ പറ്റും. ദുബായ് ആക്സസറീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫുൾ നമ്മുടെ ചെയിന്, ബ്രേസ്ലെറ്റ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. പേഴ്സ്, റിങ്
സൺഗ്ലാസസ് അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടുന്ന് വേറെ ഒന്നും അങ്ങനെ വാങ്ങിച്ചില്ലായിരുന്നു. നമ്മൾ ഇതിൻ്റെയൊക്കെ ഡിസൈനൊന്ന് കണ്ടിട്ട് കയറിയതാണ് ചുമ്മാ നോക്കാൻ വേണ്ടി. അപ്പോൾ തിരിച്ചും നമ്മൾ ട്രെയിനിന് വൈറ്റിലയിലെത്തി നമ്മൾ വീണ്ടും വാട്ടർ മെട്രോയിൽ കയറി തിരിച്ചു പോവാണ് കാക്കനാട് കേട്ടോ. അപ്പോൾ വലിയൊരു ബോട്ട് നമ്മൾ കണ്ടു. പിന്നെ വാട്ടർ മെട്രോയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് സമയം കുറേ കഴിഞ്ഞായിരുന്നു കേട്ടോ, ഉച്ച കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് കയറി. അപ്പോൾ ലെറ്റ്സ് ഡൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു റിവർ വ്യൂ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പം അവിടെയാണ് നമ്മൾ കയറിയത്. ഫസ്റ്റ് ടൈമാണ് നമ്മളിവിടെ കയറുന്നത് കേട്ടോ. അപ്പം നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഇവിടുത്തെ. നമുക്ക് ഫുഡ് കഴിക്കാനാണെങ്കിൽ ചുറ്റും ഫുൾ നാച്ചുറലായിട്ടുള്ള ഫുൾ മരങ്ങളും ചെടികളും ഒക്കെ നട്ട് വെച്ച് അകത്തും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ ഓന്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അകത്തൂടെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനൊരു സെറ്റപ്പാണ് ഇവിടെ. ഫുള്ള് മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. നല്ല അതുകൊണ്ട് അത്രയും ചൂടൊന്നുമില്ല, ഒരു തണുപ്പ് ഫീലൊക്കെ നമുക്കിവിടെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് ഇവരുടെ കൈ കഴുകുന്ന അവിടുത്തെ സെറ്റപ്പൊക്കെ നമ്മുടെ വെളിയിൽ തന്നെയായിട്ടാണ്. ഇവിടെ നല്ല നല്ല നീറ്റുമാണ്, എല്ലാം നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ ഇവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് മീൽസ് ആയിരുന്നു. അപ്പം നമ്മൾ ഫുഡും അതിൻ്റെ കൂടെ പിന്നെ ഒരു സ്ക്വിഡ് തവ ഫ്രൈയും നമ്മൾ പറഞ്ഞിരുന്നു. ഫുഡ് അടിപൊളിയായിരുന്നു. പിന്നെ സ്ക്വിഡ് തവ ഫ്രൈക്ക് കുറച്ച് ഒരു എരിവ് കൂടുതലായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ഒക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എരിവ് ഇച്ചിരി മുന്നിലായിരുന്നു. അപ്പം അത് മാത്രമല്ലായിരുന്നു, പക്ഷേ ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാം കൂട്ടാനും നല്ലതായിരുന്നു. പിന്നെ കപ്പ വേവിച്ചത്, അതിൻ്റെ കൂടെ കാന്താരി ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മീൽസിൽ ചോറിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. അപ്പം ഇതായിരുന്നു നമ്മുടെ പാർട്ട് 2 വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ പാർട്ട് 1 കാണാത്തവർ തീർച്ചയായിട്ടും നിങ്ങൾ കാണണമെങ്കിൽ കണ്ട് നിങ്ങൾ അഭിപ്രായം പറയാം. അപ്പോൾ വീണ്ടും പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് നാളെ തന്നെ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.